ഹലോ ഫ്രണ്ട്സ്, ഇടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പല ഫ്രണ്ട്സും ചോദിക്കാറുണ്ട്, നമ്മൾ കുറഞ്ഞ റേറ്റിൽ വാങ്ങാൻ പറ്റിയ മൾട്ടിമീറ്റർ ഏതാണ്, ഈ തുടക്കക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഉപയോഗിക്കാൻ മൾട്ടിമീറ്റർ ഏതാ, ഞാൻ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്റർ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉപയോഗിക്കുന്ന 2 മൾട്ടിമീറ്ററുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഉപയോഗിക്കുന്ന 2 മൾട്ടിമീറ്ററുകൾ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ 2 മൾട്ടിമീറ്ററുകൾ ഒന്ന് പരിചയപ്പെടാം. അതിന് 2 ഗുണങ്ങളും ഉണ്ട്, 2നും പോരായ്മകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ 2 ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിമീറ്റർ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്ററുകൾ ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന 2 മൾട്ടിമീറ്ററുകൾ. ഇത് മാസ്റ്റെക്കിൻ്റെ മൾട്ടിമീറ്ററാണ്. മാസ്റ്റെക്ക് MAS 830L എന്ന് പറഞ്ഞാൽ അതാണ് ഈ മൾട്ടിമീറ്റർ. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ച ഒരു മൾട്ടിമീറ്ററാണ്, DT9205A. അപ്പോൾ ഈ 2 മൾട്ടിമീറ്ററിൽ നമുക്ക് വോൾട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ TV കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഈ മൾട്ടിമീറ്റർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ മൾട്ടിമീറ്ററിൽ നമുക്ക് AC 200ഉം 600ഉം ആണ് നമ്മുടെ AC വോൾട്ടേജ് റേഞ്ച് വരുന്നത്. അതുപോലെ DC 2, 20, 200, 600 അതാണ് ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വരുന്നത്. പക്ഷേ ഈ മൾട്ടിമീറ്ററിൽ നമുക്ക് AC വോൾട്ടേജ് റേഞ്ച് 1000 വരെ വരുന്നുണ്ട്. നമ്മുടെ AC വോൾട്ടേജ് റേഞ്ച് ഇതിൽ AC വോൾട്ടേജ് റേഞ്ച് 750 വരെയും DC 2 തൊട്ട് 1000 വരെയും നമുക്ക് കിട്ടും. അങ്ങനെ ആ DC റേഞ്ചിന്റെ വ്യത്യാസം കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മൾട്ടിമീറ്റർ മേടിച്ചത്. ഇതിലാണെങ്കിൽ നമുക്ക് DC 600 വരെ ഉള്ളൂ, AC 600 വരെ വോൾട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഈ AC വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് AC വോൾട്ടേജ് 222 വോൾട്ട് നമുക്ക് ഇതിൽ ഈ മീറ്ററിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മൾട്ടിമീറ്ററിൽ 225. അതുപോലെ ഇനി നമ്മൾ DC വോൾട്ടേജ് ഒന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. നൂറ്റി 17 വോൾട്ട്. ഞാനിപ്പോൾ അത് 200 സെറ്റ് ചെയ്തു. 200 ഇട്ടിട്ട് നമുക്ക് 117.5 വോൾട്ട് നമ്മുടെ ഈ മൾട്ടിമീറ്ററിൽ അത് നമുക്ക് 200 ഇടാം. 117.5. അപ്പോൾ ആക്യുറസി രണ്ടും ഏകദേശം സെയിം തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് DC വോൾട്ടേജിൽ ചെറിയ വോൾട്ടേജ് ഒരു 5 വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 2 മീറ്ററിന്റെ നെഗറ്റീവ് പ്രോബ് ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 5 വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ ഈ മാസ്റ്റെക്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. 5.15 അതാണ് ഇതിൽ കാണിക്കുന്ന റേറ്റ്. ഇത് 5 വോൾട്ട് ആണ്. നമ്മുടെ DTയുടെ മീറ്ററിൽ ഇപ്പം തന്നെ ഒരു എറർ 0.64 കാണിക്കുന്നുണ്ട് ചെറിയ വോൾട്ടേജ് കിട്ടപ്പം. അടുത്ത് നമ്മുടെ ഈ DTയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5.20. അപ്പോൾ ചെറിയ വോൾട്ടേജിലും ആക്യുറസി ഏകദേശം സെയിം ആണ്. നമുക്ക് കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഞാൻ ഇതിൽ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട് മാസ്റ്റെക്കിൽ. ഇതും
കണ്ടിന്യൂറ്റി മോഡിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ മാസ്റ്റെക്കിനകത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ബസർ നല്ല സൗണ്ട് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ DT9205 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ബസർ വളരെ സൗണ്ട് കുറവാണ്. അത് ബാറ്ററി കുറവുകൊണ്ടൊന്നും അല്ല, ബാറ്ററി മാറ്റിയിട്ടും ഞാൻ പുതിയത് മാറ്റിയിട്ടപ്പോഴും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതിന് ബസറിന് സൗണ്ട് കുറവാണ്. ബാക്കി ഓവറോൾ ഇതിന്റെ രണ്ടും ഈ പെർഫോമൻസുകളൊക്കെ ഓക്കെയാണ്. ഇനി നമുക്ക് ഓരോ റെസിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു 100 ഓംസിന്റെ റെസിസ്റ്റർ ആണ്. നമ്മുടെ മാസ്റ്റെക്കിൽ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇത് 104 ഓംസ് ആണത് കാണിക്കുന്നത്. ഇനി നമ്മുടെ ഈ DT-യിൽ ഒന്ന് മെഷർ ചെയ്യാം. 103. ഇപ്പൊ ഇതിൽ നമുക്ക് K ഓംസിലുള്ള ഒരു റെസിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു 120K ആണ്. അപ്പൊ ഇതിൽ നമ്മൾ 200K സെറ്റ് ചെയ്തിട്ടുണ്ട്. 90, 92K, 93K കാണിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ മാസ്റ്റെക്കിൽ 94, 93 ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഓംസ് റേഞ്ചിലും ഇതൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് ഈ മൾട്ടിമീറ്ററിന്റെ ഒരു പ്രശ്നം കാണിക്കാം. അതായത് ഇതിൽ നമുക്ക് ചെറിയ വോൾട്ടേജുകൾ AC വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ TV ഒക്കെ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റർ വോൾട്ടേജ് വരും. ഒരു 4.5 വോൾട്ട്, 4 വോൾട്ടൊക്കെ ഒരു ഹീറ്ററിന്റെ വോൾട്ടേജ് നമുക്കിവിടെ ഗണ്ണിലേക്ക് വരുന്നുണ്ട്. അത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ ഞാൻ രണ്ടും AC-യിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഈ മാസ്റ്റെക്കിൽ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം ഹീറ്ററിന്റെ വോൾട്ടേജ്. ഇത് നമ്മൾ ചെറിയൊരു AC വോൾട്ടേജ് ഇടുമ്പോൾ തന്നെ ഇവിടെ എറർ കാണിക്കാൻ തുടങ്ങും. മാറ്റി നമുക്ക് 200-ൽ ഇടാം. എങ്കിലും ചെറിയൊരു എറർ അവിടെ എപ്പോഴും ഇത് കാണിച്ചുകൊണ്ടിരിക്കും, ചെറിയ വോൾട്ടേജ് AC-യിൽ ഇടുമ്പോൾ. അപ്പോൾ നമ്മൾ മാസ്റ്റെക്കിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് AC വോൾട്ടേജ്. ഇത് നമ്മുടെ ഹീറ്റർ വോൾട്ടേജ് ആണ്. 4.5 ഇതാണ് മീറ്റർ. ഇത് എററാണ് കാണിക്കുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 4.5 ഹീറ്റർ വോൾട്ടേജ് വരുന്നുണ്ട്. പക്ഷെ നമ്മളത് ഈ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല. അതിൽ യാതൊരു മാറ്റവും ഇല്ല. 0.1 എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ AC വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതിന് ഇതിനകത്ത് ആ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 750-ലോട്ട് മാറ്റിയിട്ട് ഹൈ വോൾട്ടേജ് എങ്ങനെ ചെക്ക് ചെയ്താലും ഈ ചെറിയ വോൾട്ടേജുകൾ അതിൽ കാണിക്കില്ല. അത് ഈ മീറ്ററിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ വലിയ വോൾട്ടേജ് 230-ന് മേളിലൊക്കെ നമ്മൾ മെഷർ ചെയ്താൽ ഈ മീറ്ററിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ മീറ്റർ അത് കൃത്യമായിട്ട് കാണിക്കും. ചെറിയ വോൾട്ടേജുകൾ നമുക്ക് കൃത്യമായിട്ട് കാണിക്കും. ഇനി അടുത്തത് ഈ മീറ്ററിന്റെ ഒരു പ്രശ്നം, അതായത് നമ്മുടെ മാസ്റ്റെക്കിന്റെ ഒരു പ്രശ്നം കാണിച്ചു തരാം. ഇപ്പൊ 2 മീറ്ററിന്റെ ഗ്രൗണ്ട് മീറ്ററിന്റെ പ്രോബുകൾ അവിടെ ഗ്രൗണ്ട് ചെയ്യുകയാണ്. ഇപ്പൊ 2 മീറ്ററിന്റെ നെഗറ്റീവ് പ്രോബുകൾ ഞാൻ ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബേസിലൊക്കെ നമുക്ക് വരുന്ന ഗണ്ണ് വോൾട്ടേജുകൾ, അതായത് RGB-യിൽ വരുന്ന ഗണ്ണ് വോൾട്ടേജുകൾ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന് മാറ്റി നമ്മൾ അത് DC ആണ്, നമ്മൾ DC-യിലോട്ട് സെറ്റ് ചെയ്ത് ഇത് DC 200 സെറ്റ് ചെയ്തു. ഇത് നമുക്കൊരു DC 200-ൽ സെറ്റ് ചെയ്യാം. രണ്ട് നമ്മൾ DC 200-ൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മാസ്റ്റെക്കിൽ നമുക്ക് ഇവിടുത്തെ ബ്ലൂ ഗണ്ണിലെ വോൾട്ടേജ് ഞാനൊന്ന് മെഷർ ചെയ്ത് കാണിക്കാം. അവിടെ ഇതുപോലെ വേരി ആയിട്ട് നിൽക്കലേ ഉള്ളൂ, അവിടുത്തെ വോൾട്ടേജ് നമുക്ക് കാണിക്കില്ല മാസ്റ്റെക്കിൽ. പക്ഷെ നമ്മുടെ ഈ DT905-ൽ നമ്മൾ മെഷർ ചെയ്താൽ ദേ 114.5 വോൾട്ട് അതവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ഈ മാസ്റ്റെക്കിന്റെ ഒരു പ്രശ്നം. അതാണ്, അതായത് നമ്മൾ ഈ ഒരു വോൾട്ടേജുകൾ മെഷർ ചെയ്യുമ്പോൾ TV സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കിത്
പ്രോപ്പറായിട്ട് കിട്ടില്ല. അത് അവിടെ ഇങ്ങനെ വേരി ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. കറക്റ്റ് ഒരു വോൾട്ടേജ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മാസ്റ്റക്കിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവിടെ കാണിക്കും. ബ്ലൂ ഗൺ, റെഡ്, ഗ്രീന് 160. അത് കൃത്യമായിട്ട് നമുക്ക് കാണിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഈ മീറ്ററുകൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്കുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.